ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സും ഗോൾഡൻ ഷുഗർ ബീഡ്സും വെച്ചിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ പാറ്റേൺ. അപ്പോൾ ആദ്യമേ ഞാനിവിടെ നെക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് താഴേക്കൊരു 14 അല്ലെ 15 ഇഞ്ചസ് നമുക്കെടുക്കാം. എന്നിട്ട് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൈൻസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള ലൈൻസ് ആണ് കേട്ടോ അത്. പിന്നെ ഇതെല്ലാം ബീഡ് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു കാണുന്ന സിക്സാഗ് പോലെ, അപ്പോൾ ആ ഒരു ഷേപ്പിലും കൂടെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബീഡ് വർക്കിലാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ലൈൻസിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഓരോരോ ബീഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിലാണ്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പല രീതിയിൽ വെക്കുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ബീഡ്സ് ഇളകി പോകില്ല കേട്ടോ. അപ്പോൾ ഓരോരോ ബീഡും ബാക്കിലേക്കല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ത്രെഡ് 2 തവണ ആ ബീഡിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളകി പോകാനൊക്കെ ചാൻസസ് വളരെ കുറവായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ ആ നീഡിൽ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ റോയിൽ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത്. ഇനി ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ ഗോൾഡൻ ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ സിക്സാഗ് ഷേപ്പിൽ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ സിക്സാഗ് ഷേപ്പിൽ വേണം ഈ ഒരു ലൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. വീണ്ടും നീഡിൽ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും 2 കട്ട് ബീഡ്സ് എടുത്തിട്ട് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വി ഷേപ്പ് പോലെ വന്നില്ലേ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്താണ് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.